ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനെ എത്തുന്ന ബസൂക്ക എത്താൻ ഇനിയും 2 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇതിനോടകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ സിനിമയുടെ ബുക്കിംഗ് ഒക്കെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു. എന്നാലും ഫുൾ ഫ്ലെഡ്ജ് ബുക്കിംഗ് ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഏതാനും കുറേ തിയേറ്ററുകളിൽ വന്നു എന്ന് മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇനി ഇത്രയും തിയേറ്ററുകളിൽ ഉള്ളൂ എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ട്. കാരണം 4ഓളം സിനിമകൾ വരുന്നു. മമ്മൂട്ടി സിനിമയാണ്, അതുകൊണ്ട് തിയേറ്റർ കാണാറില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. അങ്ങനെ പരിഹസിക്കാൻ ഉതകുന്ന തരത്തിൽ തന്നെയാണ് മമ്മൂട്ടി സിനിമകൾ ഇറങ്ങുന്നത്. നല്ല സിനിമ ഇറക്കിയ ഏക നടൻ കഴിഞ്ഞ 5 വർഷത്തിലെ ഒട്ടുമിക്ക സിനിമകളും 90% സിനിമകളും നല്ല സിനിമ ഇറക്കി മോശം റിലീസ് വെച്ച ഏക നടൻ മമ്മൂട്ടി തന്നെയാണ്. ബാക്കിയുള്ളവരൊക്കെ നല്ല റിലീസാണ്. പലരുടെയും പടം പൊട്ടി പാളീസായാൽ പോലും നല്ല റിലീസായിട്ടാണ് അവർ വരുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 75,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ബസൂക്കയുടെ ബുക്കിംഗ് കാണുമ്പോൾ നമുക്ക് വനിതാ വിനീതയിൽ 5 ഷോകളാണ്. അതിൽ 5ഉം ഓൾമോസ്റ്റ് ഫുള്ളായി. ആദ്യത്തെ ഷോ ഹൗസ്ഫുള്ളായിരിക്കുകയാണ്. ഒരിത്തിരി വ്യത്യാസമുണ്ട്. സാധാരണ മമ്മൂട്ടി സിനിമകളുടെ ഇനീഷ്യൽ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ ഇത്രയും പോലും കാണാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ തന്നെയാണ്. അതായത് പലയിടത്തും പച്ച കത്തി, അതായത് സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്ന പോലെ പച്ചയ്ക്ക് കൊളുത്തിയിരിക്കുകയാണ് ബുക്ക് മൈ ഷോ ഇക്ക എന്നുള്ളതാണ്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. കളിയാക്കൻ അങ്ങനെ തന്നെ നിന്ന് കൊടുക്കുന്ന മമ്മൂട്ടിയെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ബസൂക്കയുടെ പ്രീസെയിൽ കളക്ഷൻ വന്നിരിക്കുന്നു. 25 ലക്ഷത്തോളമാണ് കേരളത്തിൽ നിന്നുള്ള പ്രീസെയിലായിട്ട് വന്നത്. അതേപോലെ റിയൽ ടൈം 4:30 വരെയുള്ളതാണ്. എന്താണ് ട്രാക്ക് ചെയ്ത ഷോകളുടെ എണ്ണം 302. 14,300ഓളം ആളുകൾ ടിക്കറ്റ് എടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗ്രോസ് 22.18 ലക്ഷമാണ് എന്നുള്ളതാണ് ഡീറ്റെയിൽ പുറത്ത് വരുന്നത്. അതായത് 25 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ ട്രാക്കേഴ്സ് മുഖാന്തരം പുറത്ത് വിടുന്ന കണക്കുകൾ. അതുപോലെ തന്നെ വേൾഡ് വൈഡായിട്ട് സിനിമയുടെ ആ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് ഏകദേശം 60 ലക്ഷത്തോളം രൂപയാണ്. അതായത് ഏറെക്കുറെ 1 കോടിയോളം എത്തും ഇന്ന് എന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കാത്തിരിക്കുന്നവരാണെങ്കിലും ഒന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.